ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് സാദാ ചിക്കനാണ്. ഞാൻ ഇതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി നന്നായിട്ട് തിരുമ്മി കുറച്ച് നേരം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇതിപ്പം അതിൻ്റെ തണുപ്പൊക്കെ നന്നായിട്ട് വിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലിട്ട് നമുക്ക് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ ചിക്കൻ പീസ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. ഒത്തിരി മൊരിക്കരുത്. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ നമുക്കത് മാറ്റി വെക്കാം. നമുക്കിനി ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒപ്പം തന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ആദ്യം നന്നായിട്ട് മൂത്ത് നമുക്ക് കിട്ടണം. എന്നിട്ട് വേണം നമുക്ക് ഇതിനായിട്ട് ഞാൻ ഒരു സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഈ അല്ലികളായിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ചെറിയ പീസ് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പച്ചമുളക്, അതുപോലെ തന്നെ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇത് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള. നന്നായിട്ട് വഴന്ന് വരട്ടെ. ഇത് നമുക്ക് ഇങ്ങനെ തട്ടിപ്പൊത്തി ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തക്കാളിയാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നമുക്ക് ഇതുപോലെ ഇവിടെ വെച്ച് കൊടുക്കാം. അതുപോലെ ഒരു പച്ചമുളകുണ്ട്, അതും കൂടി നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. ഇവിടെ എന്നിട്ട് നമുക്ക് ഇത് മൂടി വെച്ചാൽ മതി. ഒന്ന് മൂടി വെക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ സബോളയും അതുപോലെ എല്ലാ ചേരുവകളും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വാടി നന്നായിട്ട് വഴന്ന് നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇത്രയും കറിവേപ്പില തണ്ടാണ് എടുത്തേക്കുന്നത്. ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇതിൻ്റെ കൂടി ഇട്ടൊന്ന് മിക്സ് ആക്കണം. നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഞാൻ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതാക്കി ഒന്ന് മൂപ്പിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും മതി. ചിക്കൻ്റെ അളവിനനുസരിച്ച് മസാലപ്പൊടി ചേർത്താൽ മതിയായിരിക്കും. ഇനി ഇതും കൂടി ഇട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം തന്നെ ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. മുമ്പ് ഞാൻ മുളക് പൊടിയൊക്കെ ഇട്ടാണ് ചിക്കൻ തിരുമ്മി വെച്ചത്. അപ്പോൾ അതനുസരിച്ച് ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി. ഇനി ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് ഈ തക്കാളിയും കൂടി ഇതിൻ്റെ കൂടുതലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് ഇത് കുറുക്കിയെടുക്കണം. നമുക്കിത്
അപ്പോൾ നമ്മുടെ ഈ കൂട്ടെല്ലാം നന്നായിട്ട് വഴന്ന് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. ഒരു ശകലം ഒഴിച്ച് കൊടുത്താൽ മതി, ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടാൻ. ഒത്തിരി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ചേർക്കുന്നതാണ് നല്ലത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം. നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ മസാലയൊക്കെ നമ്മുടെ ചിക്കൻ കഷ്ണത്തിൽ നന്നായിട്ട് പിടിക്കണം, നന്നായിട്ട് പെരണ്ട് വരണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ശകലം ചേർത്താൽ മതി, ഒരു ഇച്ചിരി. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നന്നായിട്ട് മസാലയുടെ ആ ടേസ്റ്റൊക്കെ നന്നായിട്ട് ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിലൊരു കുക്കറാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കുക്കറിലേക്ക് നമുക്കിനി ഇതിട്ട് കൊടുക്കാം. ഈ ചിക്കൻ ഇനി ഇത് നമുക്ക് കോരി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇട്ടിട്ട് നമ്മുടെ ചിക്കൻ നമ്മൾ കുക്കറിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ ഒരു 4 വിസിൽ വേണ്ടി നമുക്കിത് വെച്ച് കൊടുക്കാം. കുക്കറിൽ നമ്മൾ വെച്ച ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല കുറുകിയൊക്കെയാണ് അതിൻ്റെ ഗ്രേവി നന്നായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളി ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഒരു നുള്ളി ഗരം മസാലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുവാണ് ഇതിലേക്ക്. ഇനി നമുക്കിതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇവിടെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതും കൂടി ഇതിലേക്ക് തൂവി കൊടുക്കാം. നന്നായിട്ടതൊന്ന് മിക്സ് ആക്കണം. അപ്പോൾ ഈ മല്ലിയിലയുടെയും അതുപോലെ പുതിനയിലയുടെയൊക്കെ ടേസ്റ്റ് നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് പിടിക്കണം. ഇത് നമുക്ക് ചപ്പാത്തിക്കും അതുപോലെ തന്നെ നമ്മുടെ ഇടിയപ്പത്തിനും അതുപോലെ വെള്ളയപ്പം അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് വളരെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും എൻ്റെ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക്